അപ്പോൾ നോക്കിക്കോ, ചീഫ് സിയാറ്റിൽസ് സ്പീച്ച്. ചീഫ് സിയാറ്റിൽ. അപ്പോൾ ചീഫ് സിയാറ്റിൽ എന്ന് പറയുന്ന ആക്ച്വലി സിയാറ്റിൽ എന്നാ നെയിം. അപ്പോൾ ഹി വാസ് ദ ചീഫ് ഓഫ് സം റെഡ് ഇന്ത്യൻ ട്രൈബ്സ് ഓഫ് അമേരിക്ക. ചീഫാണ്. അമേരിക്കയിലെ റെഡ് ഇന്ത്യൻ ട്രൈബ്സിൻ്റെ ചീഫ് ആയതുകൊണ്ടാണ് ഈ ചീഫ് സിയാറ്റിൽ എന്നുള്ള എല്ലാവരും കോമൺ ആയിട്ടങ്ങ് വിളിക്കുന്നതാണ് ചീഫ് സിയാറ്റിൽ എന്ന്. അപ്പോൾ ഈ അമേരിക്ക ഡിസ്കവർ ചെയ്ത കൊളംബസ് അമേരിക്ക ഡിസ്കവർ ചെയ്യാൻ പോകുമ്പോൾ ഈ റെഡ് കളർ സ്കിന്നുള്ള കുറച്ച് ആൾക്കാരെ കാണുന്നു. അപ്പോൾ എന്ത് വിചാരിച്ച്, ഇന്ത്യക്കാരായിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റെഡ് ഇന്ത്യൻസ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തത്. അപ്പോൾ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിൻ്റെ ചീഫാണ് ചീഫ് സിയാറ്റിൽ. ആൻഡ് ഹിസ് സ്പീച്ച് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് സം എൻവയോൺമെൻറ്റൽ അവയർനെസ്. ആക്ച്വലി ഈ ഒരു സ്പീച്ച് നടത്തിയത് തന്നെ എന്തിനാണ്? എൻവയോൺമെൻറ്റൽ അവയർനെസ്സിന് വേണ്ടി നടത്തിയ സ്പീച്ചാണ്. പരിസ്ഥിതിയെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചീഫ് സിയാറ്റിൽ നടത്തിയ സ്പീച്ചാണ് ഈ സ്പീച്ച് ചീഫ് സിയാറ്റിൽസ് സ്പീച്ച് എന്നുള്ള രീതിയിൽ ഫേമസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഹി ഡെലിവേർഡ് ദ സ്പീച്ച് ഇൻ ജാനുവരി 1854. ഈ ഇയറൊക്കെ നിങ്ങൾ കറക്റ്റ് അറിയെങ്കിൽ മാത്രമേ എഴുതാവൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ജാനുവരി 1854 ഈ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്. And he tells the compelling truth that in our zeal to build and possess, we have lost all that we have. We will lose all that we have. അല്ലേ? അതായത് ഒരു കമ്പല്ലിങ് ട്രൂത്ത് പറയുകയാണ്, ഒരു സത്യം പറയുകയാണ് ചീഫ് സിയാറ്റിൽ. എന്താ? ഇൻ അവർ സീൽ ടു ബിൽഡ് ആൻഡ് പൊസസ്. നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം നല്ലതാണ്, പക്ഷെ എല്ലാം നമ്മളെ കൺസ്ട്രക്ട് ചെയ്യണം, ബിൽഡ് ചെയ്യണം എന്നുള്ള രീതി വരുമ്പോൾ വി മേ ലോസ് ഓൾ ദാറ്റ് വി ഹാവ് എന്നാ. വി മേ ലോസ് ഓൾ ദാറ്റ് വി ഹാവ്. നമ്മുടെ കയ്യിലുള്ളത് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. നമ്മൾ ഇടയ്ക്ക് നമ്മളത് ഫേസ് ചെയ്തതാണ് അല്ലേ. ഫ്ലഡൊക്കെ വന്നു നമ്മളെന്ത് ചെയ്തു, ഒരുപാട് സ്ട്രീംസിനെയും റിവേഴ്സിനെയൊക്കെ ഇല്ലാതാക്കി മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്തു, നമ്മൾ വലിയ വലിയ ഫ്ലാറ്റൊക്കെ വെച്ചു. ഫ്ലഡ് വന്നപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, എല്ലാം ഇല്ലാതായി ഡിസ്ട്രോയ് ചെയ്ത് പോയി. അതാണ് ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഹി ടെൽസ് ദ കമ്പലിംഗ് ട്രൂത്ത് ദാറ്റ് ഇൻ അവർ സീൽ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രേറ്റ് ഡിസയർ എന്നാ. ഗ്രേറ്റ് ഡിസയർ ടു ബിൽഡ് ആൻഡ് പൊസസ്. നമുക്ക് ബിൽഡ് ചെയ്യണം, പൊസസ് ചെയ്യണം എന്നുള്ള ഗ്രേറ്റ് ഡിസയർ ഉണ്ടാവുമ്പോൾ വി മേ ലോസ് ഓൾ ദാറ്റ് വി ഹാവ്. നമ്മുടെ കയ്യിലുള്ളത് കൂടെ നഷ്ടപ്പെട്ടു പോകും. ഹി എക്സോർട്സ് ദ വൈറ്റ് മാൻ ടു അഡോപ്റ്റ് ആൻ എക്കോ ഫ്രണ്ട്ലി പാറ്റേൺ ഓഫ് ബിഹേവിയർ. വൈറ്റ് മാനോട് ഒരു എക്കോ ഫ്രണ്ട്ലി പാറ്റേൺ ഓഫ് ബിഹേവിയർ അഡോപ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ വൈറ്റ് പീപ്പിളാണ് ഈ ലാൻഡ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക്. വൈ ചീഫ് സിയാറ്റിൽ ഡെലിവർ ദ സ്പീച്ച് എന്നാ. ചീഫ് സിയാറ്റിൽ എന്തിനാണ് ഈ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്തത് അല്ലേ? അപ്പോൾ ചീഫ് സിയാറ്റിൽ ഡെലിവേർഡ് ദ സ്പീച്ച് ഇൻ റെസ്പോൺസ് ടു ദ ഡിമാൻഡ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ വാഷിങ്ടൺ ഫോർ ദ ലാൻഡ് ഓഫ് ദ നേറ്റീവ് ട്രൈബ്സ് അല്ലേ. നേറ്റീവ് ട്രൈബ്സിൻ്റെ ലാൻഡ് ആര് ഡിമാൻഡ് ചെയ്തു? ചീഫ് സിയാറ്റിലിൻ്റെ ട്രൈബിനോട് വൈറ്റ് പീപ്പിൾ ഡിമാൻഡ് ചെയ്തു. ആ വൈറ്റ് പീപ്പിൾ നേറ്റീവ് ട്രൈബ്സിൻ്റെ ചീഫ് സിയാറ്റിലിൻ്റെ ലാൻഡ് ഡിമാൻഡ് ചെയ്തത് കൊണ്ടാണ് ചീഫ് സിയാറ്റിൽ ഈ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്. മനസ്സിലായോ? ചീഫ് സിയാറ്റിൽ ഡെലിവേർഡ് ദ സ്പീച്ച്. എന്തിനാണ് ഡെലിവർ ചെയ്തത്? ഇൻ റെസ്പോൺസ് ടു ദ ഡിമാൻഡ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ വാഷിങ്ടൺ. വാഷിങ്ടൺ ഗവൺമെൻറ്റിൻ്റെ ഡിമാൻഡായിരുന്നു. എന്തായിരുന്നു ഡിമാൻഡ് ചെയ്തത്? ദ ലാൻഡ് ഓഫ് ദ നേറ്റീവ് ട്രൈബ്സ്. നേറ്റീവ് ട്രൈബ്സിൻ്റെ ചീഫ് സിയാറ്റിലിൻ്റെ ട്രൈബും താമസിക്കുന്ന ലാൻഡാണ് ഈ വൈറ്റ് പീപ്പിൾ ഡിമാൻഡ് ചെയ്തത്. അപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്പീച്ചിലൂടെ കേട്ടോ. He told his people that they were not in a position to buy or sell what they didn't possess അല്ലേ. അപ്പോൾ പീപ്പിളിനോട് പറഞ്ഞു കൊടുക്കുക, വൈറ്റ് പീപ്പിളിനോട് പറഞ്ഞു കൊടുക്കുക, നമുക്കെങ്ങനെ ഈ ലാൻഡ് വിൽക്കാൻ കഴിയും? കാരണം നമ്മൾ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, പൊസസ് ചെയ്യുന്നില്ല. നമ്മൾ പൊസസ് ചെയ്യാത്ത സംഭവം നമുക്ക് വിൽക്കാനോ വാങ്ങാനോ പറ്റുന്നില്ല. അപ്പോൾ ഈ ടെക്സ്റ്റിൽ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ക്യാൻ വി ബൈ ഓർ സെൽ ദ സ്കൈ ദ വാംത് ഓഫ് ദ ലാൻഡ് എന്നാ. നമുക്ക് എങ്ങനെ ഈ സ്കൈയെ വാങ്ങാൻ പറ്റും? ഈ ലാൻഡിൻ്റെ വാംത്, ഊഷ്മളത അല്ലേ, അത് നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും എന്നുള്ള ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് കൊണ്ടാണ് ചീഫ് സിയാറ്റിൽ ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വീട് എൻ്റെതാണ്, പക്ഷേ ഇതിൻ്റെ മേളിലൂടെ പോകുന്ന സ്കൈയോ അനിമൽസോ ഒന്നും എൻ്റേതല്ല എന്ന് ചീഫ് സിയാറ്റിൽ പറയുന്നു. സോ ദേ വെർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ബൈ ഓർ സെൽ വാട്ട് ദേ ഡിഡൻറ്റ് പൊസസ് അല്ലേ. നമ്മൾ പൊസസ് ചെയ്യാത്തൊരു സംഭവം നമുക്ക് വിൽക്കാനോ വാങ്ങാനോ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ദ റെഡ് മാൻ കൺസിഡേഴ്സ് ദംസെൽസ് ആസ് എ പാർട്ട് ഓഫ് ദ എർത്ത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണ്, എഴുതാൻ പറ്റും. റെഡ് മാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? എർത്തിനെ തന്നെ റെഡ് മാൻ്റെ ഒരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദേ കൺസിഡർ എർത്ത് ആസ് ദെയർ മദർ അല്ലേ. എർത്തിനെ മദറായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദ ഫ്ലവേഴ്സ് വെയർ സിസ്റ്റേഴ്സ് അല്ലേ. ഫ്ലവേഴ്സ് എന്താണ്? സിസ്റ്റേഴ്സ് ആണ്. അനിമൽസ് ആൻഡ് ബേർഡ്സ് വെയർ ദെയർ ബ്രദേഴ്സ്. അനിമൽസും ബേർഡ്സും ഒക്കെ എന്താണ്? ബ്രദേഴ്സ് ആണ്. ഹെൻസ് ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ ദം ടു കൺസീഡ് ടു ദ ഡിമാൻഡ്സ് ഓഫ്
ദ പ്രസിഡന്റ് ഓഫ് USA പ്രസിഡന്റിന്റെ ഡിമാൻഡ്സ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺസീഡ് ചെയ്യാൻ പറ്റത്തില്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്താണ് ഡിമാൻഡ്? ലാൻഡ് ഓഫ് ദ നേറ്റീവ് ട്രൈബ്സ് അല്ലേ, നേറ്റീവ് ട്രൈബ്സിന്റെ ലാൻഡ് ഡിമാൻഡ് ചെയ്യുന്നു. നേറ്റീവ് ട്രൈബ്സിന്റെ ലാൻഡ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? എർത്തിന്റെ ഒരു പാർട്ടായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. റെഡ് പീപ്പിൾ സ്വയം എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? എർത്തിന്റെ ഒരു പാർട്ടാണ്. എർത്ത് എന്ന് പറയുന്നത് എന്താണ്? മദറാണ്. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റേഴ്സ് ആണ്. അനിമൽസും ബേർഡ്സും എന്താണ്? ബ്രദേഴ്സ് ആണ് അല്ലേ. ഹെൻസ് ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ ദം ടു കൺസീഡ് ടു ദ ഡിമാൻഡ്സ് ഓഫ് വൈറ്റ് പീപ്പിൾ. അത് മാത്രമല്ല, ദേ ഹെൽഡ് ദെയർ ലാൻഡ് സേക്രഡ്. ലാൻഡിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? പരിശുദ്ധമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ബിക്കോസ് ഈവൻ ദ വാട്ടർ ദാറ്റ് ഫ്ലോഡ് ടു ദി സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് വാസ് as sacred as the blood of their ancestors. ഫസ്റ്റ് അനോട്ടേഷൻ ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന അനോട്ടേഷൻ ആണ്. ദ വാട്ടർ ദാറ്റ് ഫ്ലോഡ് ത്രൂ ദി സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ഈസ് നോട്ട് ജസ്റ്റ് വാട്ടർ ബട്ട് ദ ബ്ലഡ് ഓഫ് ദെയർ ആൻസസ്റ്റേഴ്സ്. അത്രയും പരിശുദ്ധമായിട്ടാണ് ചീഫ് സിയാറ്റിൽ എന്ത് ചെയ്യുന്നത്? വാട്ടറിനെ പോലും കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ? ഒരു ആംഫുൾ ഓഫ് വാട്ടർ എടുത്താൽ അതിൽ കാണുന്ന എന്താ? ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലഡാണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആൻസസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? ലാൻഡിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ സ്ട്രീംസിലൂടെയും റിവേഴ്സിലൂടെയൊക്കെ മൂവ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് ഇസ് ദ ബ്ലഡ് ഓഫ് ദെയർ ആൻസസ്റ്റേഴ്സ്. അനോട്ടേഷൻ ചോദിച്ചാൽ ചീഫ് സിയാറ്റിലിനെ കുറിച്ച് എഴുതിയിട്ട് ആ തീം എന്താണെന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ പാരഗ്രാഫ് ഇതുവരെ എഴുതുമ്പോൾ ഈ ഒരു അനോട്ടേഷൻ കംപ്ലീറ്റ് ആവും. എപ്പോഴും ചോദിക്കുന്ന അനോട്ടേഷനാണിത്. ദ വാട്ടർ ദാറ്റ് ഫ്ലോഡ് ത്രൂ ദി സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് വിച്ച് ഈസ് നോട്ട് എന്താണ്? The water that flowed in the streams and rivers was as sacred as the blood of their ancestors. The white man does not understand the ways of red man. അല്ലേ, റെഡ് മാൻ്റെ രീതികളൊന്നും ആർക്കറിയത്തില്ല, വൈറ്റ് മാൻ അറിയത്തില്ല. വൈറ്റ് മാൻ്റെ രീതികളും ആർക്കറിയത്തില്ല, റെഡ് മാൻ അറിയത്തില്ല. വൺ പോർഷൻ ഓഫ് ദ ലാൻഡ് ഈസ് സെയിം ടു ഹിം ആസ് ദ നെക്സ്റ്റ്. അല്ലേ, ലാൻഡിൻ്റെ എല്ലാ പോർഷനും എന്താണ്? ഒരുപോലെയാണ്. അല്ലാതെ എർത്തിനെ മദറായിട്ടോ ഫ്ലവേഴ്സിനെ സിസ്റ്റേഴ്സായിട്ടോ ഒന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല. This white people consider ചെയ്യുന്നില്ല. They don't regard the earth as his brother. അല്ലേ, earth as their brother. അവരെന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? എർത്തിനെ ബ്രദറായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. ചീഫ് സിയാറ്റിലൊക്കെ എന്ത് ചെയ്യുന്നു? എർത്തിനെ മദറായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് പീപ്പിൾ എർത്തിനെ ബ്രദറായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ബട്ട് ആസ് ദെയർ എനിമി. അല്ലേ, അവരുടെ എനിമി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വൺസ് ഹി കോൺകേർഡ് ദാറ്റ് ലാൻഡ് ഹി മൂവ്സ് ഓൺ. ഒരിക്കൽ ഈ ലാൻഡിനെ കോൺകർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ചീഫ് സിയാറ്റിലിൻ്റെ ലാൻഡിനെ കോൺകർ ചെയ്ത് കഴിഞ്ഞാൽ ദേ മൂവ് ടു അതർ ലാൻഡ്. വേറെ ലാൻഡിലേക്ക് പോകും. അവിടെ കോൺകർ ചെയ്യും, വലിയ മെഷീൻസൊക്കെ വെച്ചിട്ട് ഫാക്ടറീസൊക്കെ ചെയ്ത് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുപോകും. അടുത്ത ലാൻഡിലേക്ക് പോകും. അല്ലേ, വൺസ് ദേ കോൺകേർഡ് ദാറ്റ് ലാൻഡ് ദേ മൂവ് ഓൺ. അല്ലേ, ഒരിക്കൽ ലാൻഡിനെ കോൺകർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലാൻഡിലേക്ക് പോകും. ദേ ട്രീറ്റ് ദ മദർ എർത്ത് and their brothers like bright beads or sheep which are to be sold. അല്ലേ, മദർ എർത്തിനെയും ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അനിമൽസിനെയൊക്കെ കൺസിഡർ ചെയ്യുന്ന എന്താ? ബ്രൈറ്റ് ആയിട്ടുള്ള ബീഡ്സ്. അല്ലേ, വെളുത്ത മുത്തുകളെന്ന്. നമ്മൾ ഈ ജെംസ് ഇല്ലേ, മുത്തുകൾ, നമ്മൾ ജ്വല്ലറിയൊക്കെ മേടിക്കുന്ന എന്തിനാ? നമ്മൾ യൂസ് ചെയ്യുന്നു, ആവശ്യം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വിൽക്കുന്നു. അല്ലേ, അതുപോലെ നമ്മൾ ഈ ജ്വല്ലറിയൊക്കെ മേടിക്കുന്നു. അപ്പോൾ ഹി ഓൾസോ എന്ത് പറയുന്നു? They treat the mother earth and their brothers like bright beads or sheep. അല്ലേ, ബ്രൈറ്റ് ബീഡ്സ് ആയിട്ട്, ഷീപ്പായിട്ട്. അല്ലേ, നമ്മൾ ഷീപ്പിനെയൊക്കെ നമ്മുടെ ആവശ്യത്തിന് മേടിക്കുന്നു. അതിൻ്റെ പർപ്പസ് കഴിയുമ്പോൾ നമ്മൾ ഷീപ്പിനെയൊക്കെ എന്ത് ചെയ്യുന്നു? വിറ്റ് കളയുന്നു. അതുപോലെയാണ് വൈറ്റ് പീപ്പിൾ ലാൻഡ് മേടിക്കുന്നത്. ലാൻഡ് മേടിച്ച് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാൻഡിനെ എന്ത് ചെയ്യുന്നു? അവർ വിറ്റ് കളയുന്നു എന്നാണ്. ഹിസ് ആപ്പിറ്റൈറ്റ് വിൽ ഡിവോർ ദ എർത്ത്. ഈ ഡിവോർ എന്ന് പറയുന്ന വേർഡ് സിനണിമാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഡിവോർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രോയ് എന്നാണ്. ഡിവോറിൻ്റെ മീനിങ് സോളോ, വിഴുങ്ങുക എന്നാണ്. പക്ഷെ ഇവിടുത്തെ മീനിങ് എന്താ? ഡിസ്ട്രോയ് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഹിസ് ആപ്പിറ്റൈറ്റ്, ആ ഒരു വിശപ്പ് എന്നുള്ള, ഏതിനോടുള്ള വിശപ്പ്? ലാൻഡിനോടുള്ള ആ ഒരു വിശപ്പ്. അല്ലേ, ആ ഒരു ആർത്തി എന്തിലേക്ക് കൊണ്ടെത്തിക്കും? ലാൻഡിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യും, ഡിവോർ ചെയ്യും. ആൻഡ് ലീവ് ബിഹൈൻഡ് ഓൺലി എ ഡെസേർട്ട്. അല്ലേ, ലാൻഡിനെ എല്ലാം മിസ്യൂസ് ചെയ്ത് അവസാനം എന്താക്കി മാറ്റും? ഡെസേർട്ടാക്കി മാറ്റും. He also tells the difficulty of hearing the unfurling of leaves in spring and the rustle of insects' wings. അപ്പോൾ വൈറ്റ് പീപ്പിളിൻ്റെ ലാൻഡിൽ പോയപ്പോൾ ചീഫ് സിയാറ്റിലിന് അവിടെ എന്ത് കേൾക്കാൻ കഴിയുന്നില്ല? ലീവ്സ്, ഇല പൊഴിയുന്ന സൗണ്ട് കേൾക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ എന്താ? റസിൽ ഓഫ് ഇൻസെക്ട്സ് വിങ്സ്. ഇൻസെക്റ്റിൻ്റെ, അല്ലേ, ചെറിയ ചെറിയ ജീവികളുടെ വിങ്സിൻ്റെ സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കേൾക്കാൻ പറ്റുന്നില്ല. ചീഫ് സിയാറ്റിൽ അത്രത്തോളം
മൈന്യൂട്ട് ആയിട്ടുള്ള നേച്ചറിൽ സൗണ്ട്സിനും എന്ത് കൊടുക്കുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ബട്ട് വെൻ ഹി വെൻറ്റ് ടു വൈറ്റ് പേഴ്സൺ സിറ്റീസ് ഹി കനോട്ട് ഹിയർ ദി അൺഫേർഡിങ് ഓഫ് ലീവ്സ്, അല്ലെ, ലീവ്സ് ഇല പൊഴിയുന്ന സൗണ്ടോ അതുപോലെ വിങ്സിന്റെ സൗണ്ടോ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഹി വണ്ടേഴ്സ് വാട്ട് ഈസ് ദെയർ ടു ലൈഫ് ഇഫ് എ മാൻ കനോട്ട് ഹിയർ ദ ലോൺലി ക്രൈ ഓഫ് വിപ്പൂർവിൽ ഓർ ദി ആർഗ്യുമെന്റ്സ് ഓഫ് ഫ്രോഗ്സ് അറൗണ്ട് ദ പോണ്ട് അറ്റ് നൈറ്റ്, അല്ലേ. നല്ലൊരു ഇമാജിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്, അല്ലേ. ഇങ്ങനത്തെ ലൈഫ് എന്താന്ന് ചീഫ് സിയാറ്റിൽ ചോദിക്കുന്നത്. എങ്ങനത്തെ ലൈഫാണ്? ഒരു മനുഷ്യന് എന്ത് കേൾക്കാൻ പറ്റുന്നില്ല? വിപ്പൂർ വില്ലിന്റെ സൗണ്ട് കേൾക്കുക. വിപ്പൂർ വില്ലെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബേർഡാണ്, അമേരിക്കയിലുള്ള ഒരു ബേർഡാണ് വിപ്പൂർ വിൽ, അല്ലേ. നമ്മളിവിടെ ക്രോയുടെ സൗണ്ട് കേൾക്കാൻ പറ്റാത്ത കേരളമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് എന്താ വിപ്പൂർ വില്ലിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റാത്ത അമേരിക്കയോ എന്ന് ചോദിക്കുന്നത്. അതുപോലെ ഈ ഫ്രോക്സ്, അല്ലേ, ഫ്രോക്സ് തവള, അത് ഇങ്ങനെ എന്താ ഈ പോണ്ടിന്റെ ചുറ്റും ഇരുന്ന് നൈറ്റില് ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യുന്ന സൗണ്ട്. നല്ലൊരു ഇമാജിനേഷനാണ്. ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റാത്ത വേൾഡ് എന്താ, ലൈഫ് എന്താന്ന് ചീഫ് സിയാറ്റിൽ ചോദിക്കാം. അതുപോലെ ദ വേസ് ഓഫ് ദ റെഡ് മാൻ ആർ ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് വൈറ്റ് മാൻ. റെഡ് മാൻ്റെ രീതികൾ വൈറ്റ് മാൻ്റെ രീതികളിൽ നിന്നും എൻറ്റയർലി എന്താണ്, ഡിഫറെൻ്റ് ആണ്. ദ സൈറ്റ് ഓഫ് ദ സിറ്റീസ് പെയിൻസ് ദ ഐസ് ഓഫ് ദി റെഡ് മാൻ, അല്ലെ. ചീഫ് സിയാറ്റിലും റെഡ് മാനും ഒക്കെ വൈറ്റ് പേഴ്സണിൻ്റെ സിറ്റീസിൽ പോയപ്പോൾ അവരുടെ കണ്ണുകളെ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. എന്താ, വൈറ്റ് പേഴ്സണിൻ്റെ സിറ്റീസിൽ ലാൻഡിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അവിടെ പ്ലാന്റ്സ് ഇല്ല, ട്രീസ് ഇല്ല, ബേർഡ്സ് ഇല്ല, അനിമൽസ് ഇല്ല, അല്ലേ. സോ അത് വളരെയധികം പെയിൻ ചെയ്തു ദ ഐസ് ഓഫ് ദ റെഡ് മാൻ. ദർ ഈസ് നോ ക്വയറ്റ് പ്ലേസ് ഇൻ ദ വൈറ്റ് മാൻ സിറ്റീസ്. വൈറ്റ് മാൻ്റെ സിറ്റീസിലെ ക്വയറ്റായിട്ടുള്ള കാമായിട്ടുള്ള ഒരു പ്ലേസും ഇല്ല. അവിടെ കേൾക്കാൻ പറ്റുന്നത് മെഷീൻസിൻ്റെ സൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കേൾക്കാൻ പറ്റുന്നുള്ളൂ. ചീഫ് സിയാറ്റിൽ ഐറോണിക്കലി ആർട്സ് ദാറ്റ് ഹി ഈസ് എ സാവേജ് ആൻഡ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് വരുന്നൊരു അനോട്ടേഷനാണ്. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് 2-3 ടൈംസ് ചീഫ് സിയാറ്റിൽ തന്നെ എസ്സേയിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ആം എ റെഡ് മാൻ ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാനൊരു റെഡ് മാൻ ആണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ചീഫ് സിയാറ്റിൽ ഹി വാസ് നോട്ട് എ സാവേജ്, അല്ലേ. ചീഫ് സിയാറ്റിൽ എന്ന് പറയുന്ന ഒരു സാവേജ് അല്ല. ബട്ട് വെൻ ഹി വെൻറ്റ് ടു വൈറ്റ് പേഴ്സൺ സിറ്റീസ്, വൈറ്റ് പേഴ്സൺസിൻ്റെ സിറ്റീസിൽ പോയപ്പോൾ ചീഫ് സിയാറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ സിറ്റീസിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ ചീഫ് സിയാറ്റിൽ പറഞ്ഞു, ചീഫ് സിയാറ്റിൽ ഒരു സാവേജ് ആണ്, അൺസിവിലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അത് എന്താണ്, ഐറോണിക്കലി യൂസ് ചെയ്തേക്കുന്നതാണ്. ഐറോണിക്കലി യൂസ് ചെയ്ത്, ഐറണി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വിരോധാഭാസം എന്നുള്ള സെൽഫ് കോൺട്രഡിക്ടറിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഐറണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അനോട്ടേഷൻ ചോദിച്ചാൽ മസ്റ്റായിട്ട് ഐറണി എന്നുള്ള വേർഡ് അവിടെ ഉണ്ടാവണം. ചീഫ് സിയാറ്റിൽ ഐറോണിക്കലി ആർട്സ് ദാറ്റ് ഹീസ് എ സാവേജ്. അതുകൊണ്ടാണ് ചീഫ് സിയാറ്റിലിന് എന്ത് മനസ്സിലാകാത്തത്, വൈറ്റ് പേഴ്സൺസിൻ്റെ സിറ്റീസിൽ പോയപ്പോൾ അവിടുത്തെ രീതികൾ മനസ്സിലാക്കാത്തത്. ഹി യൂസ്ഡ് ദി സ്റ്റേറ്റ്മെന്റ് സെവറൽ ടൈംസ് ഇൻ ഹിസ് സ്പീച്ച്. ഒരു പ്രാവശ്യം ഐ ആം എ റെഡ് മാൻ ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഐ ആം എ സാവേജ് ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ 2-3 ടൈംസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് എയറിനെ കുറിച്ചാണ് പറയുന്നത്. എയർ എന്ന് പറയുന്നത് എന്താ, പ്രഷ്യസ് ആണ്. നമുക്ക് എയറിനെ കുറിച്ച് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ ഇതിലൂടെ ആഡ് ചെയ്യാം. അത് തന്നെയാണ് ചീഫ് സിയാറ്റിലും പറഞ്ഞിരിക്കുന്നത്. ദ എയർ ഈസ് പ്രഷ്യസ് ടു റെഡ് മാൻ. റെഡ് മാൻ എയറിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, പ്രഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബിക്കോസ് ഓൾ തിങ്സ്, അല്ലേ, ബീസ്റ്റ് ആവട്ടെ, പ്ലാന്റ്സ് ആവട്ടെ, ട്രീസ് ആവട്ടെ, അല്ലേ, ആനിമൽസ് ആവട്ടെ, എല്ലാവരും ബ്രീത്ത് ചെയ്യുന്നത് ഒരേ എയറാണ്. അല്ലാതെ ഹ്യൂമൻ ബീയിങ്സിന് കുറച്ച് VIP എയർ, അടുത്ത് മറ്റു ആനിമൽസിന് കുറച്ച് എയർ കുറഞ്ഞ് ലോ എയർ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ബ്രീത്ത് ചെയ്യുന്ന എന്ത് തന്നെയാണ്, ഒരേ എയർ തന്നെയാണ്. ദ വൈറ്റ് മാൻ ഡസ് നോട്ട് സീം ടു നോട്ടീസ് ദ എയർ ഹി ബ്രീത്ത്, അല്ലേ. ബ്രീത്ത് ചെയ്യുന്ന എയറിന് വൈറ്റ് മാൻ എന്ത് ചെയ്യത്തില്ല, ശ്രദ്ധിക്കത്തില്ല. എയറിന് യാതൊരു ഇമ്പോർട്ടൻസും ആരും കൊടുക്കുന്നില്ല, വൈറ്റ് പീപ്പിൾ കൊടുക്കുന്നില്ല. ആൻഡ് ദ എയർ ഷെയർസ് ഇറ്റ് സ്പിരിറ്റ് വിത്ത് ഓൾ ദ ലൈഫ് ഇറ്റ് സപ്പോർട്ട്. എയർ ഒരു സ്പിരിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലേ. ആ എയർ ഷെയർ ചെയ്യുന്ന സ്പിരിറ്റിൽ നിന്നാണ് എല്ലാ ലൈഫിനെയും, അത് അനിമൽസ്, ബേർഡ്സ്, പ്ലാന്റ്സ്, ട്രീസ്, മനുഷ്യരാവട്ടെ, മാനാവട്ടെ, എല്ലാവരുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ്, ഈ എയർ ഷെയർ ചെയ്യുന്ന ഒരു സ്പിരിറ്റ്, ഒരു ആത്മാവുണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിൽ നിന്നാണ് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ എയർ ദാറ്റ് ഗേവ് ദെയർ ഗ്രാൻഡ് ഫാദർ ഹിസ് ഫസ്റ്റ് ബ്രെത്ത് ഓൾസോ റിസീവ്സ് ഹിസ് ലാസ്റ്റ് സൈ, അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ എയർ ബ്രീത്ത് ചെയ്യുന്നു, അല്ലേ. അവസാന ശ്വാസത്തിലും സെയിം എയർ ആണ്. നമ്മുടെ ഗ്രോത്ത് ഉണ്ടാകുന്നു, എയറിൻ്റെ ഗ്രോത്ത് ഇല്ല. ആദ്യത്തെ എയർ തന്നെയാണ് അവസാനത്തെയും ശ്വാസത്തിലുള്ളത്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്ന എന്താ, മാക്സിമം പൊല്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എയർ പൊല്യൂഷൻ ചെയ്യുന്നു.
ആരും എയറിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, പ്രഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ റെഡ് പീപ്പിൾ ഇവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? എയറിനെ പ്രഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ദ എയർ ദാറ്റ് ഗേവ് ദെയർ ഗ്രാൻഡ് ഫാദർ ഹിസ് ഫസ്റ്റ് ബ്രെത്ത് ഓൾസോ റിസീവ്സ് ഹിസ് ലാസ്റ്റ് സൈ. ഹി റിക്വസ്റ്റ് ദ അതോറിറ്റീസ് ടു കീപ് ദ എയർ സീക്രട്ട് വിച്ച് ഈസ് ഫ്രം ദി ഫ്ലവേഴ്സ്. അല്ലേ, ഇവിടെ ഫ്ലവേഴ്സ് എന്ന് എടുത്ത് പറയാൻ കാരണം എയർ എന്ന് പറയുന്നത് സ്വീറ്റ് സ്മെല്ലാണ്. പക്ഷെ നമ്മൾ ഹ്യൂമൻസ് ചേർന്ന് അതിനെ എന്ത് ചെയ്യുകയാണ്? പൊല്യൂട്ട് ചെയ്യുകയാണ് പല രീതിയിൽ, അല്ലേ. അപ്പോൾ അതോറിറ്റീസിനോട് അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാ? വൈറ്റ് പീപ്പിളിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ടു കീപ് ദ എയർ സേക്രഡ്. എയറിനെ സേക്രഡ് ആയിട്ട് കീപ്പ് ചെയ്യണം. എവിടെ നിന്നുള്ള എയറാ? വിച്ച് ഈസ് ഫ്രം ദി ഫ്ലവേഴ്സ്. He also advises the white man to treat the beast of his land as his brothers. അല്ലേ, വൈറ്റ് മാനോട് പറയുന്നു ബീസ്റ്റിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ബ്രദേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാരണം ബീസ്റ്റിനെ റെഡ് പീപ്പിളും ട്രീറ്റ് ചെയ്യുന്ന എന്തായിട്ടാ? ബ്രദേഴ്സ് ആയിട്ടാ. അതുകൊണ്ട് വൈറ്റ് പീപ്പിളും ബീസ്റ്റിനെ ബ്രദേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. വാട്ട് ഈസ് മാൻ വിത്തൗട്ട് ബീസ്റ്റ്? അല്ലേ, ബീസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ മാത്രമായിട്ട് എന്തിനാ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. ഇസ് ദാറ്റ് ഹി ആസ്ക്ഡ്, if all the beasts were gone, man would die from a great loneliness of spirit. നമ്മുടെ ആവശ്യത്തിന് ഫുഡിനൊക്കെ വേണ്ടിയിട്ട് ബീസ്റ്റിനെ എല്ലാം കൊന്നു കളയുകയാണ്. അപ്പോൾ എല്ലാ ബീസ്റ്റിനെയും ഇങ്ങനെ ഇല്ലാതാക്കി കളഞ്ഞാൽ അവസാനം നമ്മൾ തന്നെ ലോൺലിനെസ് ഓഫ് സ്പിരിറ്റിലേക്ക് എത്തും. അത് മാത്രമല്ല, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഹി സേസ് വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ് സൂൺ ഹാപ്പൻസ് ടു മാൻ. അല്ലേ, അനോട്ടേഷൻ ആണ്. വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ് സൂൺ ഹാപ്പൻസ് ടു മാൻ. ഇന്ന് ബീസ്റ്റിന് എന്താണോ സംഭവിക്കുന്നത്, നാളെ അത് ആർക്ക് സംഭവിക്കാം? മനുഷ്യന് സംഭവിക്കാം. നമ്മൾ ബീസ്റ്റിനെ എല്ലാം കൊന്നു കളഞ്ഞ് അവസാനം ഹ്യൂമൻ ബീയിങ്സ് ഒരുപാട് സഫർ ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? കൊന്നു കളയാൻ തുടങ്ങും. അങ്ങനെ ഇന്ന് ബീസ്റ്റിന് സംഭവിക്കുന്നത് നാളെ ആർക്ക് സംഭവിക്കാം? ഹ്യൂമൻ ബീയിങ്സിന് സംഭവിക്കാം. ആൻഡ് എവറിത്തിങ് ഓൺ ദ എർത്ത് ഈസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. എർത്തിലെ എല്ലാ തിങ്സും എങ്ങനെയാണ്? കണക്റ്റഡ് ആണ്, അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ തിങ്സും വേണം, പ്ലാന്റ്സും അനിമൽസും എല്ലാവരും. അല്ലാതെ ഹ്യൂമൻ ബീയിങ്സിന് മാത്രമല്ല ഒരു സുപ്രീം പൊസിഷൻ എന്നുള്ളതാണ്. സിയാറ്റിൽ ടെൽസ് ദ വൈറ്റ് മാൻ ടു ടീച്ച് ദെയർ ചിൽഡ്രൻ that the ground beneath their feet is the ashes of their grandfathers. വേണമെങ്കിൽ അനോട്ടേഷനൊക്കെ ചോദിക്കാം കേട്ടോ. സിയാറ്റിൽ എന്താ പറയുന്നത്? വൈറ്റ് പീപ്പിൾ അവരുടെ കുട്ടികളെ കമ്മിങ് ജനറേഷന് ടീച്ച് ചെയ്യണം. എന്താ? The ground beneath their feet is the ashes of their grandfathers. നമ്മളെ നടന്നു പോകുന്ന ആ താഴെയുള്ള ഗ്രൗണ്ട്, അല്ലേ, നമ്മുടെ ഫീറ്റിന് താഴെ വരുന്ന ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈസ് റിച്ച് വിത്ത് ദി ആഷസ് ഓഫ് അവർ ഗ്രാൻഡ് ഫാദേഴ്സ്. കറക്റ്റ് ഒരു ഫിലോസഫിയാണ്. നമ്മൾ ആഫ്റ്റർ ഡെത്ത് നമ്മൾ മണ്ണിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അത് ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. എന്താ? ഗ്രൗണ്ട് ബിനീത്ത് ദെയർ ഫീറ്റ്, അല്ലെ, നമ്മുടെ നടന്നു പോകുന്ന ആ ഒരു ഗ്രൗണ്ട്, നമ്മുടെ ഫീറ്റിന് താഴെ വരുന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താ? ദി ആഷസ് ഓഫ് ദെയർ ഗ്രാൻഡ് ഫാദേഴ്സ്. സോ ദേ മസ്റ്റ് ഗീവ് റെസ്പെക്ട് ടു ദി ലാൻഡ്, അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ലാൻഡിന് റെസ്പെക്ട് ചെയ്യണം. ഇറ്റ് ഈസ് റിച്ച് വിത്ത് ദ ലൈഫ്സ് ഓഫ് ദെയർ കിൻ. ആ ലാൻഡ് എന്ന് പറയുന്ന റിച്ച് ആണ്, അല്ലേ. നമ്മുടെ റിലേറ്റീവ്സിനെ കൊണ്ട് റിച്ച് ആണ് ഈ ലാൻഡ്. സിയാറ്റിൽ വാണ്ട്സ് ദ വൈറ്റ് മാൻ ടു ടീച്ച് ദെയർ ചിൽഡ്രൻ വാട്ട് ദ റെഡ് മാൻ ടോട്ട് ദെയർ ചിൽഡ്രൻ. എന്താണോ ഈ റെഡ് പീപ്പിൾ അവരുടെ കുട്ടികളെ പഠിപ്പിച്ചത്, അല്ലേ, അത് വൈറ്റ് പീപ്പിൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഇനി ഈ ലാൻഡൊക്കെ മേടിച്ച് പോകും, അല്ലെ, ഈ സ്പീച്ചൊക്കെ കേട്ടതിന് ശേഷം വൈറ്റ് പീപ്പിൾ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണോ റെഡ് പീപ്പിൾ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? എർത്ത് മദറാണ്, അനിമൽസ് ബ്രദേഴ്സ് ആണ്, അല്ലെ. നമ്മൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എവറിത്തിങ് ഓൺ ദ എർത്ത് ഈസ് കണക്റ്റഡ് ടു ഈച്ച് അതർ, അല്ലേ. നെക്സ്റ്റ് പറയുന്നു, വാട്ട് എവർ ബിഫോൾസ് ദ എർത്ത് ബിഫോൾസ് ദ സൺസ് ഓഫ് ദ എർത്ത്. സൺസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്, അല്ലേ. ഇന്ന് എർത്തിന് സംഭവിക്കുന്നത് നാളെ ആർക്ക് സംഭവിക്കാം? നമുക്ക് സംഭവിക്കാം, ഹ്യൂമൻ ബീയിങ്സിന് സംഭവിക്കാം. Man did not weave the web of life, he is merely a strand in it. നമ്മളെ തിങ്ക് ചെയ്യും നമുക്കാണ് ആ ഒരു സുപ്രീം പൊസിഷൻ. ലൈഫാവുന്ന ആ ഒരു വെബ് എന്ന് പറഞ്ഞാൽ എന്താ? വല, അല്ലേ. ലൈഫാവുന്ന വെബ് വീവ് ചെയ്യുന്നത്, നെയ്തെടുക്കുന്നത് നമ്മളാണെന്ന് നമുക്കൊരു തിങ്കിങ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ വീവിലുള്ള ആ ഒരു വെബിലെ ഒരു സ്ട്രാൻഡ്, ഒരു ചെറിയ കണം മാത്രമാണ് നമ്മൾ. എല്ലാ ജീവികളെ പോലെ തന്നെ നമുക്കും ഇമ്പോർട്ടൻസ് ഉള്ളൂ. അല്ലാതെ നമ്മൾ ഭയങ്കര സുപ്രീം പൊസിഷനൊന്നും അല്ല എർത്തിൽ. മാൻ ഡിഡ് നോട്ട് വീവ് ദ വെബ് ഓഫ് ലൈഫ്. നമ്മളല്ല ലൈഫാവുന്ന വെബ് വീവ് ചെയ്യുന്നത്. എന്താണ്? നമ്മൾ അതിൽ ജസ്റ്റ് ഒരു സ്ട്രാൻഡ് മാത്രമാണ്, ഒരു കണം മാത്രമാണ്. ഇഫ് മാൻ സ്പിറ്റ് അപ്പോൺ ദ എർത്ത് ദേ സ്പിറ്റ് അപ്പോൺ ദംസെൽസ്, അല്ലേ. നമ്മൾ എർത്തിൽ സ്പിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ്. സ്പിറ്റ് തുപ്പുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ്. കാരണം എർത്ത് എന്ന് പറയുന്ന ഫുൾ എന്താണ്?
അത്രയും സേക്രഡ് ആണ്. അതുപോലെ നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ആഷസ് വരെ എർത്താണ് അല്ലേ. നമ്മൾ ആഫ്റ്റർ ഡെത്ത് നമ്മൾ പോകുന്നതും എർത്തിലാണ്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും എർത്തിൽ സ്പിറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ. നമ്മൾ എപ്പോഴും എർത്തിന് റെസ്പെക്റ്റ് കൊടുക്കണം, നമ്മുടെ മദറായിട്ട് കൺസിഡർ ചെയ്യണം. Here Seattle says that the earth does not belong to man but man belongs to earth. അപ്പോൾ സിയാറ്റിൽ ഇവിടെ പറയുന്നുണ്ട് എർത്ത് എപ്പോഴും മനുഷ്യനുമായിട്ട് റിലേറ്റഡ് അല്ല. നമ്മൾ വേണം എർത്തിനെ എന്ത് ചെയ്യാം, പൊല്യൂട്ട് ചെയ്യാതെ സംരക്ഷിക്കാനുള്ളത് അല്ലേ. ഇന്ന് എർത്തുണ്ട്, നമ്മളും ഉണ്ട്, നാളെ എർത്തുണ്ട്, പക്ഷെ നമ്മൾ കാണത്തില്ല, വേറൊരു ജനറേഷൻ വരുള്ളൂ. ഓക്കെ, ലാസ്റ്റ് വരുന്നത് 2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന്. അപ്പോൾ അക്കോർഡിംഗ് ടു സിയാറ്റിൽ കൺസെപ്റ്റ് ഓഫ് ഗോഡ് ഈസ്, ഗോഡ് എഴുതുമ്പോൾ G ക്യാപിറ്റൽ, കൺസെപ്റ്റ് ഓഫ് ഗോഡ് ഈസ് സംതിങ് ദാറ്റ് റെഡ് മാൻ നോസ് വിച്ച് വൈറ്റ് മാൻ മേ വൺ ഡേ ഡിസ്കവർ അല്ലേ. ഈ ഗോഡിൻ്റെ കൺസെപ്റ്റ് ആർക്കറിയാം? റെഡ് മാൻ അറിയാം, പക്ഷേ വൈറ്റ് മാൻ ഇപ്പോൾ ഗോഡിൻ്റെ കൺസെപ്റ്റ് ഒന്നും അറിയത്തില്ല. ഒരു കാലത്ത് ഒരു ദിവസം വൈറ്റ് മാൻ ഗോഡിൻ്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യും, ഡിസ്കവർ ചെയ്യും. ഗോഡ് ഈസ് സെയിം ഫോർ ഓൾ അല്ലേ, നമുക്കറിയാവുന്നതന്നെ. ഗോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗോഡേ ഉള്ളൂ. ആൻഡ് സിയാറ്റിൽ അക്യൂസസ് ദ വൈറ്റ് മാൻ ഓഫ് തിങ്കിങ് ദാറ്റ് ദേ ഓൺഡ് ഹിം അസ് ദേ വിഷ് ടു ബൈ ദെയർ ലാൻഡ് അല്ലേ. സിയാറ്റിൽ വൈറ്റ് മാന് എന്താ അക്യൂസ് ചെയ്യുക, ബ്ലെയിം ചെയ്യുക. വൈറ്റ് പീപ്പിൾ എന്ത് തിങ്ക് ചെയ്തു, ലാൻഡ് മേടിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ